ഹലോ നമസ്കാരം, ഞാൻ മിനി. വെൽക്കം ടു മിനീസ് ലൈഫ് സ്റ്റൈൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കിച്ചണിലെ കുറച്ച് ടിപ്സുകളാണ്. അതിപ്പം എന്താണെന്ന് നോക്കാം. നമ്മൾ നാരങ്ങയൊക്കെ വാങ്ങിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഫ്രിഡ്ജിൽ എങ്ങനെ വെച്ചിരുന്നാലും അത് തൊലി കറുത്തു പോകാറുണ്ട്. അതിപ്പോൾ അങ്ങനെ ആകാതെ എങ്ങനെ സൂക്ഷിക്കാമെന്ന് നോക്കാം. ഓരോ പീസ് ന്യൂസ് പേപ്പർ എടുത്തിട്ട് നമ്മൾ നാരങ്ങ അതിലോട്ട് വെച്ചിട്ട് നല്ലതുപോലെ പൊതിഞ്ഞ് നമ്മളൊരു പാത്രത്തിലാക്കി വെക്കണം. ഓരോ നാരങ്ങയും ഇങ്ങനെ പൊതിഞ്ഞ് വെക്കുക. അപ്പം ചിലരൊക്കെ പറയാറുണ്ട് നാരങ്ങയുടെ പുറത്ത് എണ്ണ തേച്ച് വെച്ചിരുന്നാൽ കുറേ നാളിരിക്കുമെന്ന്. പക്ഷേ എങ്കിലും നമ്മൾ നാരങ്ങ ആർക്കെങ്കിലും പിഴിഞ്ഞു കൊടുക്കുമ്പോൾ ആ എണ്ണമയം ആ നാരങ്ങ വെള്ളത്തിൻ്റെ മുകളിൽ കിടക്കാം. അതൊരു വൃത്തികേടാണ്. നമ്മൾ ഇങ്ങനെ ചെയ്ത് നോക്കും. ഒരു മാസത്തോളം നാരങ്ങ ഫ്രിഡ്ജിൽ കേടാകാതെ ഇരുന്നോളും. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി. ഓരോ പേപ്പർ തുറന്നിട്ട് ആവശ്യമുള്ളത് മാത്രം എടുക്കുക. കണ്ടല്ലോ നാരങ്ങ സൂക്ഷിക്കുന്ന വിധം. ഇതിന് ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ച് വയ്ക്കാം. കുക്കറിനകത്ത് സാമ്പാർ വയ്ക്കുമ്പോൾ തിളച്ച് പോകാതിരിക്കാനായിട്ട് അതിലെന്ത് വേണമെന്നറിയാമോ, നമ്മൾ 1-2 സ്പൂൺ എണ്ണയും കൂടെ അതിനകത്ത് ഒഴിക്കണം. അപ്പോൾ സാമ്പാർ ഞാൻ വയ്ക്കുന്നത് ഇപ്പോൾ എല്ലാം കൂടെ ഒരു കഷ്ണം ഇട്ടിട്ട് അതിനകത്തോട്ട് മുളകും മല്ലിയും എല്ലാ മസാലകളും ഇട്ടിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ അത് തിളച്ച് പോകാതിരിക്കാനായിട്ട് അതിൽ 2 സ്പൂൺ എണ്ണ ഇതിനകത്ത് ഒഴിക്കണം. നമ്മൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് ആ എണ്ണ അതിനകത്ത് ഒഴിക്കുക. 1 സ്പൂണായാലും മതി. ഒരു സ്വല്പം എണ്ണ എടുത്തിട്ട് നമ്മൾ ഈ 4 ചുറ്റിനും ഇവിടെ എല്ലാം ഒന്ന് തേച്ചാൽ സാമ്പാർ തിളച്ച് പുറത്തോട്ട് പോകുകയില്ല. ആണെങ്കിൽ ആകെ നമ്മൾ വിസിലടിക്കുമ്പോഴെല്ലാം കൂടെ പുറത്തോട്ട് തെറിച്ച് പോകും. ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കും. തീർച്ചയായിട്ടും നല്ലൊരു ടിപ്പാണിത്. അടുത്ത ടിപ്സ്, പലപ്പോഴും നമുക്ക് കുക്കറിൽ നമ്മൾ സാധനം വെച്ചിട്ട് പോകും. വിസിൽ കേൾക്കുമെന്നും പറഞ്ഞ് നമ്മളിരിക്കും. പക്ഷേ വിസിൽ കേൾക്കുകയില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ വാഷർ ലൂസായിരിക്കും. എൻ്റെതിപ്പം ടൈറ്റായിട്ടിരിക്കുകയാണ്. ഈ വാഷർ ലൂസാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുവേണമെന്ന് അറിയാമോ, ഇത് ഊരിയിട്ട് ഈ വാഷർ ഊരിയിട്ട് ഫ്രീസറിനകത്ത് കൊണ്ട് വയ്ക്കണം. നമ്മുടെ ആവശ്യത്തിന് മാത്രം എടുത്തുകൊണ്ട് വരിക. ആവശ്യം കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് ഫ്രീസറിൽ കൊണ്ടുവയ്ക്കുക. അതേപോലെ തന്നെ മിക്സിയുടെ വാഷറും അതേപോലെ തന്നെയാണ്. അരയ്ക്കുമ്പോൾ വെള്ളമൊക്കെ പുറത്തോട്ട് വരുമെന്നുണ്ടെങ്കിൽ ആ വാഷർ നമ്മൾ ഫ്രീസറിൽ കൊണ്ടുവച്ചതിന് ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ ടൈറ്റായിട്ട് ഇരുന്നോളും. അപ്പം നമ്മൾ കിച്ചണിലൊക്കെ ഉപയോഗിക്കുന്ന കൈക്കല തുണികളുണ്ടല്ലോ. കൈക്കല തുണികളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. നമ്മൾ ചൂട് പാത്രങ്ങളൊക്കെ പിടിച്ച് വാങ്ങാനായിട്ട് ഉപയോഗിക്കുന്ന തുണികളെയാണ് ഈ പറയുന്നത്. അപ്പോൾ നമ്മൾ വെറുതെ നമ്മൾ കീറിക്കൊണ്ടുവന്ന് തുണി ഇട്ടാൽ അതിൻ്റെ നൂലൊക്കെ ഭക്ഷണത്തിൽ വീഴും. അത് ഭയങ്കര ഒരു വൃത്തികേടാണ് അത് കാണുമ്പം തന്നെ. അപ്പം നമുക്കാണ്ട് ഇങ്ങനെ നമ്മുടെ പഴയ തുണികളൊക്കെ ഉണ്ടല്ലോ. പഴയ തുണികൾ മീൻസ് നമ്മുടെ ചുരിദാറോ നൈറ്റിയോ ഒക്കെ പഴയതാവുന്നത്. നമ്മളത് കട്ട് ചെയ്തിട്ട് ഒരു ഷേപ്പിൽ കട്ട് ചെയ്യുക. വെറുതെ നമുക്ക് ഇഷ്ടംപോലെ സമയമൊക്കെ കിട്ടാറുണ്ടല്ലോ. അത് നമ്മൾ വേസ്റ്റാക്കി കളയാതെ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നമ്മുടെ കിച്ചണിൽ നമുക്കത് ഉപയോഗിക്കാനായിട്ട് തോന്നും. ഞാൻ അങ്ങനെ കട്ട് ചെയ്തതാണിത്. ഇത് 4 വശവും അടിച്ചിട്ട് നമുക്കത് കിച്ചണിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കൈ തുടയ്ക്കാനോ ഒക്കെ എടുക്കാം കിച്ചണിൽ. ഇത് ഞാൻ മെഷീനകത്ത് അടിച്ചതാണ്. മെഷീൻ ഇല്ലാത്തവർ ഇപ്പോൾ എല്ലാ വീട്ടിലും മെഷീൻ കാണണമെന്നില്ല. വെറുതെ ഇരിക്കുമ്പോഴും ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും കൈ കൊണ്ടൊന്ന് ഓടിച്ചാൽ മതി. 4 വശവും ഒന്ന് മടക്കി വെച്ചിട്ട് ഒന്ന് തയ്ച്ച് വെച്ചിരുന്നാൽ മതി. അതുപോലെ നമ്മൾ പാചകം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ നൈറ്റിയിലോട്ട് തന്നെ അങ്ങ് തുടയ്ക്കാറുണ്ട്. എല്ലാവർക്കും ഉണ്ടാകുന്ന ഇതാണ്. അപ്പോൾ ഇങ്ങനെ 3-4 തുണികൾ നമ്മൾ നമ്മുടെ കിച്ചണിൽ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ നമ്മൾക്കത് നമ്മുടെ നൈറ്റിയെ തുടയ്ക്കുന്ന രീതി ഒഴിവാക്കാം. നമ്മുടെ നൈറ്റിയും നല്ലതായിട്ടിരിക്കും. നമ്മുടെ കിച്ചണും നല്ല നീറ്റായിരിക്കും. ഇപ്പം കണ്ടാൽ ഞാനിങ്ങനെ കുറേ ഇങ്ങനെ തയ്ച്ച് വെച്ചിരിക്കുകയാണ്. നമ്മൾ ഉപയോഗം കഴിഞ്ഞിട്ട് നമ്മൾ ഇത് വൈകുന്നേരം ആകുമ്പോൾ രാത്രിയല്ല നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞിട്ട് ഡെറ്റോളിനകത്ത് മുക്കി കഴുകിയൊക്കെ ഇട്ടിരുന്നാൽ നല്ല ഹൈജീനിക്കായിട്ട് ഇരിക്കുകയും ചെയ്യും. അണുക്കളൊന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ടിപ്സ്, ഉണ്ണിയപ്പം അങ്ങോട്ട് ഒഴിച്ചിട്ട് ഈ മാവ് ഇങ്ങനെ പുറത്തോട്ട് വരുമ്പോൾ നമ്മൾ എന്തുകൊണ്ടെന്ന് പറയുമ്പോൾ ഈ ഉണ്ണിയപ്പത്തെ അങ്ങ് പെട്ടെന്ന് അങ്ങ് തിരിച്ചിടണം. അപ്പോൾ അതെല്ലാം അങ്ങ് നല്ല ഷേപ്പിന് കിട്ടും ഉണ്ണിയപ്പം. ഒരുപാട് ഒലിച്ച് വരാൻ പാടില്ല. ഒരുപാട് ഒലിച്ച് വരുമ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ ഷേപ്പ് അങ്ങ് മാറും. എന്നിട്ട് വീണ്ടും പിന്നെ പഴയ സ്ഥിതിയിലാക്കി വെക്കണം. നമുക്കതിനെ അങ്ങ് നേരെയാക്കി വയ്ക്കാം. അല്ലേ, അപ്പോൾ നല്ല ഷേപ്പായിട്ട് ഇങ്ങനെ അങ്ങ് ഇരുന്നോളാം. അല്ലെങ്കിൽ ഉണ്ണിയപ്പം ഒലിച്ച് ആ ഒരു വൃത്തികെട്ട പരുവായിട്ടിരിക്കും. അപ്പോൾ എല്ലാത്തിനും നല്ല ഷേപ്പായിട്ടങ്ങ് ഇരുന്നോളാം. അടുത്ത ടിപ്സ്, പുതിയ ചട്ടി വാങ്ങിക്കുമ്പോൾ അത് എങ്ങനെയാണ് മയക്കുന്നത് എന്ന് കാണിക്കുന്നുള്ള ഒരു ടിപ്സാണ്. അപ്പം ഞാനൊരു പുതിയ ചട്ടിയും വാങ്ങിച്ചിട്ടുണ്ട്, ഒരു കലവും വാങ്ങിച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണ് മയക്കുന്നത് നോക്കാം. അപ്പം നമ്മൾ പുതുതായിട്ട് വാങ്ങിച്ചിട്ട് ഉടനെ ഇതിനകത്ത് നമുക്ക് കറിയൊന്നും വെക്കാൻ പറ്റത്തില്ല. ഇത് അടുപ്പിലോ ഗ്യാസിൻ്റെ മുകളിലോ വെച്ചിട്ട് നല്ലതുപോലെ മയക്കിയതിന് ശേഷം മാത്രമേ നമുക്കിത് കറി വെക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതെന്താണെന്ന് ചോദിച്ചാൽ ഇത് പച്ചമണ്ണ് ചവയ്ക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പം പണ്ട് മുതലേ
നമ്മുടെ അമ്മച്ചിമാരൊക്കെ ചട്ടി ഒക്കെ വാങ്ങിച്ചിട്ട് അത് പല രീതിയിൽ മയക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ചട്ടിയും കലവും കൊണ്ടുവന്ന ആളിൻ്റെ അടുത്ത് തന്നെ ചോദിച്ചത് എങ്ങനെയാണ് മയക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് ഇതിനകത്ത് നിറയെ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് അടുപ്പിലോ ഗ്യാസിലോ വെച്ചിട്ട് നല്ലതുപോലെ തിളപ്പിക്കാൻ ആണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പം അതിന് പ്രകാരം ഞാനത് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ പോവുകയാണ്. അലുമിനിയം പാത്രമൊക്കെ ഒഴിവാക്കണമെന്നാണ് പറയുന്നത്. അപ്പം അത് പ്രകാരം ഞാനൊരു കലവും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളി കലം വാങ്ങിച്ചിട്ടുണ്ട്. അതും എനിക്കൊന്ന് മയക്കിയെടുക്കണം. ചോറ് വെക്കാൻ വേണ്ടി മേടിച്ചതാണ്. അപ്പം ചട്ടിക്കകത്ത് ഞാൻ നിറയെ കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ അടുപ്പ് വെച്ചിട്ട് നല്ലതുപോലെ വെട്ടി തിളപ്പിക്കണം. അതൊരു വെട്ടി തിളച്ച് പറ്റി ഒരു അരഭാഗമെങ്കിലും ആകണം ഇത്. അതുപോലെ ഒരു 3 ദിവസം ഇത് അടുപ്പിൽ വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് നല്ലോണം കരിയൊക്കെ പിടിക്കും. അടുപ്പില്ല എന്നുള്ളവർ മാത്രം ഗ്യാസിനകത്ത് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. അപ്പം ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. എന്നിട്ട് ഇത് 3 ദിവസം ചെയ്തിട്ടുള്ളൂ. പുള്ളിക്കാരൻ പറഞ്ഞത് 1 ദിവസം ചെയ്താൽ മതിയെന്നാണ്. പക്ഷേ എനിക്ക് അത്ര അങ്ങോട്ട് വിശ്വാസം പോലെ 1 ദിവസം മതിയോ എന്നുള്ളത്. അപ്പോൾ ഒരു 3 ദിവസം ചെയ്താൽ ഈ മണ്ണിൻ്റെ ചുവയൊക്കെ മാറും. നമുക്ക് നല്ലതുപോലെ മീൻകറിയൊക്കെ വെക്കാനായിട്ട് സാധിക്കും. അതേപോലെ കലത്തിനകത്ത് നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ച് നല്ലതുപോലെ തിളപ്പിക്കുക. 3 ദിവസം ചെയ്യുക. സാധാരണ അലുമിനിയത്തിനകത്തൊക്കെ നമ്മൾ ചോറ് വെക്കുമ്പോൾ അതിന് വെള്ളമൊക്കെ ഇങ്ങനെ ഞൊടിഞ്ഞ് വരാറുണ്ട്. പക്ഷെ മൺകലത്തിൽ ചോറ് വെച്ചാൽ നല്ല ഇതായിട്ട് ഇരിക്കുമെന്നാണ് പറയുന്നത്. അടുത്ത ടിപ്സ്, ചക്ക ചിപ്സ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ 1-2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് അതിട്ട് വറുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല മണവുമായിരിക്കും ചക്ക ചിപ്സിന്. നമ്മൾ ചായയൊക്കെ ഇട്ടതിന് ശേഷം ആ തേയിലക്കൊന്തുണ്ടല്ലോ നമ്മൾ പൈപ്പിൻ്റെ കീഴിൽ വെച്ചൊന്ന് കഴുകിയിട്ട് വേണം നമ്മൾ ചെടികളുടെ മൂട്ടിലൊക്കെ കൊണ്ടുവന്ന് ഇടാൻ. ആ പാലിൻ്റെയും മധുരത്തിൻ്റെയൊക്കെ അംശം അങ്ങ് പോകാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അതിനൊക്കെ മൂട്ടി കൊണ്ടുവരുമ്പോൾ ഉറുമ്പ് കയറി വരും. അതുകൊണ്ടാണ് പറയുന്നത്. തേയിലക്കൊന്തും മുട്ടയുടെ തോട് ഉള്ളിത്തൊലി എല്ലാം നമുക്ക് പച്ചക്കറി തോട്ടത്തിലൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഗ്രോ ബാഗിനകത്തൊക്കെ നമുക്ക് കൊണ്ടിട്ടാൽ നല്ല വിളവ് കിട്ടുന്നതായിരിക്കും. മല്ലിയില നമുക്ക് കുറച്ച് ദിവസം എങ്ങനെ സൂക്ഷിക്കാമെന്ന് നോക്കാം. മല്ലിയില നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ട് അതിൻ്റെ ചുവടൊക്കെ നമ്മൾ കട്ട് ചെയ്യണം. എന്നിട്ട് അത് കഴുകിയിട്ട് നമ്മൾ ന്യൂസ് പേപ്പറിലോ കോട്ടൺ തുണിയിലോ ഇട്ട് അതിൻ്റെ വെള്ളമെല്ലാം നമ്മൾ ഉണക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക. ആ പാത്രത്തിനകത്തോട്ട് വെച്ചിട്ട് നമ്മുടെ മല്ലിയില അതിലോട്ട് വെക്കുക. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ചേക്കുക. അതിൻ്റെ ഈർപ്പമെല്ലാം ഈ ടിഷ്യൂ പേപ്പർ വലിച്ചെടുത്തോളും. കുറേ ദിവസം ഇത് കേടാകാതെ ഇരിക്കുകയും ചെയ്യും. നമുക്ക് ആവശ്യത്തിന് തുറന്നെടുത്താൽ മതി. ഇത് ഇനി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അടുത്ത ടിപ്സ്, നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകുമ്പോഴും ഗ്ലാസ്സൊക്കെ കഴുകുമ്പോഴും നമുക്ക് പലപ്പോഴും അബദ്ധം പറ്റാറുള്ളതാണ്. 2 ഗ്ലാസ്സൊക്കെ കഴുകുമ്പോഴും നമ്മളിങ്ങനെ അകത്തകത്തിരുന്നാൽ പിന്നെ അത് എടുക്കാൻ പറ്റുകയില്ല. അപ്പോൾ നമ്മൾ വലിയ ബലമൊന്നും പ്രയോഗിക്കേണ്ട കാര്യമില്ല. അത് നമ്മൾ എന്തുകൊണ്ടെന്ന് പറയുമ്പോൾ നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നാൽ ഒരു അരമണിക്കൂർ നേരം വെച്ചിരുന്നാൽ മതി. അത് പെട്ടെന്ന് ഇളകി വരും. ഇതിപ്പോൾ ഇങ്ങനെ ഞാൻ വെച്ചെന്നേ ഉള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് അബദ്ധം പറ്റുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ടിപ്സൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ടിപ്സൊക്കെ അറിയാവുന്നതായിരിക്കും, അറിയാത്തവരും കാണും. കുറച്ച് പേരെങ്കിലും അറിയാത്തവർ കാണുമല്ലോ. അപ്പോൾ അവർക്കൊന്ന് പ്രയോജനപ്പെടട്ടെ എന്ന് കരുതിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് യഥാസമയം നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.